കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അനധികൃത നിയമനത്തിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി PSC ഉദ്യോഗാർത്ഥികൾ. PSC എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സംവിധാനങ്ങളെ മറികടന്ന് നിയമനം കരാർ കമ്പനികളെ ഏൽപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തിലാണ് പ്രതിഷേധം ശക്തമാകുന്നത്. അനഘ ഹർഷൻ ചേരുന്നു വിവരങ്ങളുമായി. അനഘ, ഏത് രീതിയിലുള്ള അനധികൃത നിയമനങ്ങളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്? ഇതിനെതിരെ ഏത് രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നിലവിൽ PSC ഉദ്യോഗാർത്ഥികളടക്കം നടപ്പിലാക്കാനും ഒരുങ്ങുന്നത്? രോഹിണി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകളിലെ നിയമനം അത് അംഗീകൃത സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിനെതിരെയാണ് PSC ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, PSC തയ്യാറാക്കിയ സ്റ്റാഫ് നഴ്സ് റാങ്ക് പട്ടികയിൽ നിലവിൽ 2000-ലധികം പേർ നിലവിൽ ഈ റാങ്ക് പട്ടികയിലുണ്ട്. ഇവരെ ഇപ്പോൾ നിയമിക്കുന്ന ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകളിലെ ഒഴിവിലേക്ക് ഈ ഉദ്യോഗാർത്ഥികളെ എടുക്കണമെന്ന ആവശ്യമാണ് PSC ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കുന്നത്. മാത്രമല്ല, നിലവിൽ ഈ ഒഴിവുകൾ 68 സ്റ്റാഫ് നഴ്സുമാരുടെ ഒഴിവുകളുണ്ട്, അതുപോലെ 40 നഴ്സസ് അസിസ്റ്റൻസിന്റെ ഒഴിവുകളുണ്ട്. അങ്ങനെ തുടങ്ങി ഇത്തരം തസ്തികയിലേക്കായി 150 ഒഴിവുകളാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രമുള്ളത്. പക്ഷേ ഈ ഒഴിവുകളിലേക്കൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഏതെങ്കിലും ഒരു കരാർ അടിസ്ഥാനത്തിലുള്ള ജീവനക്കാരെ നിയമിക്കുക എന്നതാണ്. പക്ഷേ ഈ PSC ഉദ്യോഗസ്ഥർ തങ്ങൾ രാവും പകലും പഠിച്ചുകൊണ്ട് നേടിയിരിക്കുന്ന PSC റാങ്ക് ലിസ്റ്റിൽ കയറിയവരാണ്. ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 1 വർഷം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇത്തരത്തിലുള്ള ഒഴിവുകളിലേക്ക് അർഹതപ്പെട്ട തങ്ങളെ നിയമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് PSC ഉദ്യോഗാർത്ഥികൾ തന്നെ സമരത്തിലേക്ക് ഇറങ്ങുന്നത്. എന്തായാലും ഈ സർക്കാരുമായി ഈ കാര്യത്തിൽ കൃത്യമായൊരു പരാതി ഈ PSC ഉദ്യോഗാർത്ഥികൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ പരാതിക്ക് മേൽ സർക്കാർ ഒരു മറുപടിയും മറ്റൊന്നും തന്നെ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷമായി മെഡിക്കൽ കോളേജിന് മുന്നിലടക്കം സമര പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് PSC ഉദ്യോഗാർത്ഥികളുടെ നീക്കം. രോഹിണി, ശരി. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.